4 മണിയായി. ചായക്ക് കടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇക്കാക്ക് ഒരു പരീക്ഷണം നടത്തി വെക്കാന്ന് പറഞ്ഞത്. പിന്നെ ആയുധങ്ങളും എടുത്ത് കിച്ചണിലേക്ക് മൂപ്പരിറങ്ങി. മൂപ്പര് കയ്യിലുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കേക്ക് എങ്ങനത്തെ കേക്ക് എന്ന് മൂപ്പർക്ക് മാത്രമേ അറിയുള്ളൂ. സോ മുട്ട ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടായില്ല. ഒരു 3 മുട്ട എടുത്തു, കുറച്ച് മൈദയും അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ടായി. മുട്ട പൊട്ടിച്ചു, ഏലക്കായ ഇട്ടു, പിന്നെ കൂടെ ഗ്രാമ്പൂവും ഇടുന്നത് കണ്ടു. അങ്ങനെ മുട്ടയെല്ലാം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ബീറ്റർ എടുത്തു അടിക്കാൻ തുടങ്ങി. അങ്ങനെ മുട്ട വളരെ പെട്ടെന്ന് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ പതഞ്ഞ് പൊന്തുന്ന ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ എടുത്തു വെച്ച ഒരു ഗ്ലാസ് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്തത്. ഒരുമിച്ച് ഇട്ടിട്ടില്ല, കുറച്ചായി ഇട്ടിട്ട് അടിച്ച് അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ടത്. അങ്ങനെ പഞ്ചസാര ഇതിലേക്ക് സെറ്റായി വന്ന സമയത്ത് നമ്മൾ മൈദ കൂടി എടുത്തു. അങ്ങനെ മൈദയും കുറച്ചായി നമ്മൾ ഇട്ടെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇട്ട് കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ കട്ട പിടിക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും നന്നായി അടിച്ചു കൊടുക്കുക. മുട്ടയും മൈദയും എല്ലാം അടിച്ച് സെറ്റായി നന്നായി പത വന്ന് പൊന്തിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ കേക്ക് പോട്ട് നോക്കുന്നത്. ആൾ കേക്ക് പോട്ട് എല്ലാം എടുത്തിട്ടുണ്ടായത് ഇഡ്ഡലി ചെമ്പായിരുന്നു എടുത്തത്. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി ഇഡ്ഡലി ചുടുന്ന പോലെ നമ്മൾ ഈ ഒരു മാവയിലേക്ക് ഇട്ട് കൊടുത്തു. വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഈ മാവയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇഡ്ഡലി ചെമ്പ് ഒന്ന് ക്ലോസ് ചെയ്തു. അങ്ങനെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 50 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലെ മുട്ടപ്പോള റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ മധുരം ചേർക്കുക. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.